അതിവേഗത്തിൽ വളരുന്ന ഈ കാലത്തും കൂലി ചോദിച്ചതിന് തല്ലിക്കൊന്നു. സംഭവം ഉത്തർപ്രദേശിലാണ്. ദളിതനായ തൊഴിലാളിയെ തല്ലിക്കൊന്നു. ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിനാണ് അമേഠിയിൽ ഭൂ ഉടമയുടെ കൊടും ക്രൂരത. സംഭവത്തിൽ ഭൂ ഉടമ ശുഭം സിംഗ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് വെറും നിസാര വകുപ്പിൽ ചുമത്തിയാണ്. ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന പ്രതിക്കെതിരെ ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഇത്തിരി വകുപ്പാണ്. ഉത്തർപ്രദേശിൽ നാൾക്കുനാൾ ദളിത് വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരികയാണ്. അമേഠിയിൽ കൂലി ചോദിച്ചതിന്റെ പേരിലാണ് 40-കാരനായ ഹോസില പ്രസാദ് അതിക്രൂര മർദ്ദനത്തിനിരയായത്. കഴിഞ്ഞ മാസം 26-നാണ് സംഭവം. കൃഷിയിടത്തിൽ ജോലി ചെയ്യാനായാണ് ശുഭം സിംഗും സംഘവും ഹോസിലയെ കൊണ്ടുപോയത്. 350 രൂപ ദിവസവേതനത്തിലായിരുന്നു ജോലി. ഒരാഴ്ച കഴിഞ്ഞിട്ടും പണം ഭൂവുടമ നൽകിയില്ല. ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയായി 2500 രൂപ ഹോസില പ്രസാദ് ഭൂവുടമയോട് ചോദിച്ചു. ഇതിന് പ്രകോപിതനായ ശുഭം സിംഗ് കൂട്ടാളികളുമായി ചേർന്ന് ഹോസിലയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്കും ആക്രമിച്ചു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഹോസിലയെ വീട്ടിന് മുമ്പിൽ ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഹോസിലയുടെ കുടുംബം പ്രതിഷേധം ഘടിപ്പിച്ചതോടെ പോലീസ് ഭൂവുടമ ശുഭസിംഗിനെ അറസ്റ്റ് ചെയ്തു. അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പാണ് പ്രതിക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ പ്രതിയുടെ കൂട്ടാളികളെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസിൽ ഭൂവുടമയുമായി പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് കുടുംബം ആരോപണം ശക്തമാക്കുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.